പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, 2025 യേശുവിൻ്റെ തിരുജനനത്തിൻ്റെ 2025 വാർഷികമാണ്. പരിശുദ്ധ പിതാവ് ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അവസരമാണ്. ഫെബ്രുവരി മാസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന മാസമാണ്. ഈ ഫെബ്രുവരി മാസത്തിൽ തിരുക്കുടുംബത്തോടൊപ്പം യേശുവിൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാൻ, തിരുക്കുടുംബം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വിശുദ്ധ സങ്കല്പങ്ങൾ ജീവിതത്തോട് സംശീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും വലിയ സാന്നിധ്യവും സഹായവും നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ തിരുക്കുടുംബത്തിൻ്റെ മനോഹരമായ വാഗ്മയ ചിത്രം വരച്ചു വയ്ക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ തിരുക്കുടുംബത്തെ യേശുവിൻ്റെ മാതാവിൻ്റെ യൗസേപ്പിതാവിൻ്റെ കുടുംബത്തെ വിളിക്കുക തിരുക്കുടുംബം എന്നാണ്. പക്ഷേ ഞാൻ ആ കുടുംബത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് തീ കുടുംബം എന്നാണ്. ഈ കുടുംബത്തെ അതിൻ്റെ സത്തയനുസരിച്ച്, സ്വഭാവമനുസരിച്ച് പിരിച്ചെഴുതേണ്ടത് തിരു അധികം കുടുംബം, തിരുക്കുടുംബം എന്നതിനേക്കാൾ തീ അധികം കുടുംബം, തീ കുടുംബം എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, ഇതുവരെ ലോകത്തിൽ ജനിച്ച കുടുംബങ്ങളിൽ ഏറ്റവും തീ തിന്ന കുടുംബമാണ്. ഒരാലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ യൗസേപ്പും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും ഭക്ഷിച്ചത് തീയായിരുന്നു. അവർ കുടിച്ചത് കണ്ണുനീരായിരുന്നു. അപ്പോൾ തീ തിന്ന് കണ്ണുനീർ കുടിച്ച് വളർന്ന കുടുംബത്തെ തീ കുടുംബം എന്നല്ലാതെ എന്താണ് വിളിക്കുക? തീ കുടുംബം സഹനത്തിൻ്റെ കുടുംബമാണ്. കാലിക യുഗത്തിൻ്റെ പ്രത്യേകത സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ വെമ്പൽ കൊള്ളുന്നൊരു കാലഘട്ടമാണ്. സഹനം വേണ്ട, സന്തോഷം മതി, ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ തിരുക്കുടുംബത്തോട് ചേർന്ന്, തീ കുടുംബത്തോട് ചേർന്ന് സഹനത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ, സഹനമെന്ന വലിയ സുവിശേഷത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ തിരുക്കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഹിച്ച വ്യക്തി അത് ഈശോയാണ്. നമ്മളൊരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ, സഹനത്തിൻ്റെ ഗിന്നസ് ബുക്കിൽ യേശുവിൻ്റെ റെക്കോർഡ് ഭേദിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുപോലെ സഹിച്ചു. നമ്മുടെ ഒരു ഭാഗ്യം തമ്പുരാൻ്റെ യേശുവിൻ്റെ സഹനമാണ്. ഈ കാലിക യുഗത്തിൽ നമ്മൾ മൂർത്തമെന്നു കരുതുന്ന, വലുതെന്നു കരുതുന്ന എല്ലാ സഹനങ്ങളും അവൻ ഏറ്റുവാങ്ങിയതാണ്. 33 വർഷത്തെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യന് അനുഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ സഹനങ്ങളും അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈശോ ആദ്യം ചേർത്ത് വെച്ച, ഏറ്റുവാങ്ങിയ ഒരു സഹനം, അത് തൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സഹനമാണ്. കാലത്തിലും ഇതുപോലെ ഒത്തിരി സഹനമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ, ഈ അഖിലാണ്ടങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയവൻ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ഒരു പക്ഷേ
അനാഥമായ ജന്മങ്ങൾ, വേണ്ടത്ര സൗകര്യമില്ലാതെ ജനിക്കുന്നവരുടെ ദുഃഖം അവൻ ഏറ്റുവാങ്ങായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ അനാഥമായി ജനിച്ചൊരു കൊച്ചു ദൈവത്തോട് ചോദിക്കുക, എന്തുകൊണ്ട് എനിക്കിങ്ങനെ? അതിന് അവന് മറുപടിയുണ്ട്, ഞാനും നിന്നെപ്പോലെയാ. അപ്പം ഈശോ ആദ്യം ഏറ്റുവാങ്ങിയ സഹനം ഈ സഹനമാണ്. പിന്നീട് നമ്മൾ കണ്ടെത്തുന്നുണ്ട് കാലിക യുഗത്തിൻ്റെ മറ്റൊരു സഹനം അഭയാർത്ഥിയുടെ സഹനമാണ്. ഈശോ ജനിച്ച് പ്രസവാരിഷ്ടതകൾ കഴിയുന്നതിന് മുമ്പേ അവന് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് പലായനം ചെയ്തു. ആ സമയത്ത് മാമരം കോച്ചുന്ന തണുപ്പത്ത്, കൂടുതൽ ചൂട് വേണ്ട സമയത്ത് അവൻ അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ ഈശോ ഏറ്റുവാങ്ങിയൊരു സഹനമുണ്ട്, അഭയാർത്ഥിയുടെ സഹനം. അതുകൊണ്ട് ഈ കാലത്തിൽ ഒരു അഭയാർത്ഥി ചോദിക്കുക, എനിക്ക് എന്തുകൊണ്ടിങ്ങനെ ഒരു കൊച്ച് കരഞ്ഞ് ചോദിക്കുക എന്തുകൊണ്ട്? ഈശോ പറഞ്ഞു, ഞാനും ആ സഹനം നിനക്കു വേണ്ടി ലോകത്തിൻ്റെ അവസാനം വരെ കഷ്ടപ്പെടുന്ന പലായനം ചെയ്യുന്ന എല്ലാ അഭയാർത്ഥിയുടെ സഹനം നിനക്ക് മുമ്പേ ഏറ്റുവാങ്ങി. ഇവിടെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഇന്ന് ലോകത്തിലെ മറ്റൊരു വലിയ മൂർത്തമെന്ന് നമ്മൾ കരുതുന്ന സഹനം വീടില്ലാത്തവൻ്റെ ദുഃഖമാണ്. യേശു പറഞ്ഞു, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാനിടമില്ല. ഈശോ മറ്റൊരു സഹനം കൂടെ, വീടില്ലാത്തവൻ്റെ ദുഃഖം, സഹനം. ഒരു പക്ഷേ വീടില്ലാതെ ഏതെങ്കിലും കടയുടെ മുൻപിൽ കിടക്കുന്നവൻ ചോദിക്കുക ദൈവത്തോട്, ദൈവമേ എനിക്കൊരു വീടില്ലല്ലോ, എന്തുകൊണ്ട്? ഈശോ പറയും, നിനക്ക് വേണ്ടി ഈ സഹനം ഞാൻ ഏറ്റുവാങ്ങിയ. ഇവിടെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഈശോയുടെ കുരിശ് മരണം. മുമ്പുകാലത്തെ ഏറ്റവും വലിയൊരു ചിന്ത കർത്താവിൻ്റെ കുരിശിലെ സഹനമാണല്ലോ. ഇതുപോലെ സഹിച്ച, ഇതുപോലെ വേദനിച്ച് മരിച്ച ഒരു വ്യക്തിയെ ലോക ചരിത്രത്തിൽ കണ്ടെത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈശോയുടെ ശരീരത്തിൽ 5644 മുറിവുണ്ടായിരുന്നു. എന്ന് വച്ചാൽ ഈശോ സമം മുറിവ്. അതുകൊണ്ടാണ് പ്രസിദ്ധനായ ഡിറ്റിക് ബനോഫർ പറഞ്ഞു, ജീസസ് ഈസ് വൂണ്ട്, അവൻ മുറിവായിരുന്നു. ഈ 5000-ൽ പരം മുറിവുകളെ ചേർന്ന് ഒറ്റ മുറിവ്. ഒരു പക്ഷേ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഒത്തിരി വേദനയോടെ, ഒത്തിരി ബുദ്ധിമുട്ടോടെ സഹനത്തിലൂടെ മരിക്കുന്നവർ, വട്ടങ്ങളായി ശയ്യാലമ്പയായി വേദനിച്ച് കിടക്കുന്നവർ. ഒരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ? ഈശോ പറയും, ഞാൻ ഇതുപോലെ വേദനിച്ച് മരിച്ചവനാ. ശരീരത്തിലെ അവസാനത്തുള്ളി രക്തം പോലും മുഴുവൻ സമർപ്പിച്ച് വേദനയുടെ മരണമേറ്റുവാങ്ങിയത്. വീണ്ടും നമ്മൾ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ മറ്റൊരു മൂർത്തമെന്ന് കരുതുന്ന മറ്റൊരു സഹനമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, സ്വച്ഛന്തമായിട്ട് അന്ത്യവിശ്രമം കൊള്ളണം. പലരും ആഗ്രഹിക്കാറുണ്ട് ഒരു നല്ല സ്മൃതി പണ്ടമോ അല്ലെങ്കിൽ കുടുംബക്കല്ലറ. നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ തമ്പുരാന് അവസാനം സ്വച്ഛന്തമായിട്ട് 3 ദിവസം മാത്രമേ ഭൂമിക്കുള്ളിൽ കിടന്നാലും ഒരു കല്ലറ കിട്ടിയില്ല. അന്യൻ്റെ കല്ലറയിൽ ഈശോ അത് ഏറ്റുവാങ്ങുക. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദുവായ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രത്യാശയായ, പ്രതീക്ഷയായ തമ്പുരാൻ സഹനത്തിലൂടെ കടന്നുപോയി. പിന്നെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് തിരുക്കുടുംബത്തിലെ മറ്റൊരു സഹനത്തിൻ്റെ വക്താവ്, പ്രോക്താവ്. അത് പരിശുദ്ധ അമ്മയാണ്. ഈശോ സഹനത്തിൻ്റെ പുരുഷ രൂപമാണെങ്കിൽ സഹനത്തിൻ്റെ സ്ത്രീ രൂപമാണ് മറിയം. മറിയത്തിന് ലോകം ചാർത്തിക്കൊടുത്ത പേര് വ്യാകുല മാതാവ്. അവള് ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ അതേപടി ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ സ്ത്രീരൂപമാണ്. ദേവാലയത്തിൽ യേശുവിനെ, ഉണ്ണീശോയെ കാഴ്ചവെക്കുമ്പോൾ സിമിയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും.
അന്ന് തുടങ്ങിയ വാള് അവസാനം വരെ കാൽവരിയിൽ നഗ്നനായിട്ട് തൻ്റെ പ്രിയപുത്രനെ കുരിശ് തറച്ച് കൊന്നിട്ട് ആ മൃതശരീരം തൻ്റെ മടിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഈ വാളിൻ്റെ ദുഃഖത്തിൻ്റെ സഹനത്തിൻ്റെ മൂർത്തമായ പാപത്തിലൂടെ മറിയം. ഇപ്പോൾ മറ്റൊരു വ്യക്തി നമ്മൾ കണ്ടെത്തുക, മറിയമ സഹനത്തിലൂടെ. ഇപ്പോൾ തിരുക്കുടുംബത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ ഈ സഹനത്തിൻ്റെ വ്യക്തി നീ യൗസേപ്പിതാവ് കൂടിയുണ്ട്. നമുക്കറിയാം, ഇതുപോലെ നിശബ്ദമായി, ഏറ്റവും മൗനമായി, ഏറ്റവും വാചാലമായി സംസാരിച്ച യൗസേപ്പ് സഹനത്തിൻ്റെ മറ്റൊരു ആൾരൂപമാണ്. കഴിഞ്ഞ 25 വർഷമായി ബ്ലഡ് ക്യാൻസർ രോഗിയാണ് ഞാൻ. എൻ്റെ ബ്ലഡ് ക്യാൻസറിൻ്റെ ജൂബിലിയിലേക്ക് 25ാം വാർഷികത്തിലേക്ക് സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയൊരു വ്യക്തി. ഞാൻ പറയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ നേട്ടങ്ങളെക്കാൾ ഉപരി ഞാൻ പറയും, ചങ്കോട് ചേർത്തു ഞാൻ പറയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനൊരു ക്യാൻസർ രോഗിയായി എന്നുള്ളതാണ്. ഏകദേശം 6ഓളം വലിയ ഓപ്പറേഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ 2024 ഓഗസ്റ്റ് 24 അന്ന് എൻ്റെ തല തുറന്ന ഓപ്പറേഷൻ. 6 ദിവസം ICUവിൽ, ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ. നമുക്ക് ബ്രെയിൻ സർജറി വരുമ്പോൾ അറിയാം, അനങ്ങാതെ കിടക്കണം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് എനിക്ക് ശക്തി തന്നത്, ഈ സഹനങ്ങളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ കൃപ തന്നത് ഈശോയുടെയും മാതാവിൻ്റെയും യൗസേപ്പിതാവിൻ്റെ സഹനങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് ക്യാൻസർ വന്നതാണ് എന്നുള്ളതാണ്. ഇവിടെ സഹനത്തെ അറിയാൻ, സഹനത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള തലങ്ങളെ അറിയാൻ, അത് നമ്മുടെ ജീവിതത്തിൽ തരുന്ന കൃപകളെ ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് നമുക്ക് നോമ്പുകാലത്ത് വിശുദ്ധ ഗ്രന്ഥത്തോടും തിരുക്കുടുംബത്തോടും ചേർന്ന് ധ്യാനിക്കാൻ ഒന്നാമത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, സഹനം അത് കൂദാശയാണ്. പല സുവിശേഷ പ്രഘോഷകരും ബൈബിൾ പഠിതാക്കളും പറയാറുണ്ട്, 8ാമത് ഒരാലങ്കാരിക ഭാഷയാണ്, 8ാമതൊരു കൂദാശയുണ്ടെങ്കിൽ സഹനമാണ്. സഹനം കൂദാശയാ. നമുക്കെല്ലാവരും അറിയാമല്ലോ, കൂദാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്ന ദൈവവരപ്രസാദത്തിൻ്റെ നീർച്ചാലുകളാണ് കൂദാശ. ദൈവവരപ്രസാദം, സഹനം ഒരു കൂദാശയാണ്. ദൈവത്തിൻ്റെ കൃപകൾ നമ്മളിലേക്ക് ഒഴുകുന്നതാണ്. ഈ നാടിൻ്റെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന വിശുദ്ധയാണല്ലോ അൽഫോൻസാമ. അൽഫോൻസാമയുടെ കോളേജിൽ നിന്നാണ് ഞാൻ സംസാരിക്കുക. കണ്ണെത്തുന്ന കാതെത്തുന്ന ദൂരത്ത് അൽഫോൻസാമയുടെ കബറിടമുണ്ട്. അവൾ വിശുദ്ധയായത് ഈ സഹനത്തെ കൂദാശയായി സ്വീകരിച്ചുകൊണ്ടാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ രോഗങ്ങളോട് പരാതി പറയാതെ, പരിഭവമില്ലാതെ സ്വീകരിച്ചു, കണ്ടെത്തി, കൂദാശയായി ദൈവത്തിൻ്റെ വലിയ സ്നേഹമുള്ള അനുഭവിച്ചറിഞ്ഞു. തിരുക്കുടുംബത്തിൻ്റെ തിരുസങ്കല്പം ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുക, സഹിക്കണം. കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, അത് കൃപയായിട്ട് നിങ്ങൾ മാറ്റണം. ദൈവത്തിൻ്റെ വലിയ അഭിഷേകമായി മാറ്റണം. മാതാപിതാക്കളുടെ സഹനങ്ങളാ, നിങ്ങളുടെ ദുഃഖങ്ങളാ, നിങ്ങളുടെ പരിമിതികളാ, നിങ്ങളുടെ രോഗങ്ങളാ, നിങ്ങളുടെ പരാധീനതകളാ, നിങ്ങളുടെ ഇല്ലായ്മകളാ, നിങ്ങളുടെ വല്ലായ്മകളാ നിങ്ങളുടെ മക്കളെ വളർത്തുക. അപ്പോൾ ഞാൻ ഒരു അനുഭവം ഓർക്കുക. ഞാൻ ഈ അൽഫോൻസ കോളേജിൽ ഒരിക്കലും ഞാൻ കോളേജിൻ്റെ ഫ്രണ്ടിൽ കാറ് ഓടിച്ച് അടുത്ത പാലാ സിറ്റിയിലേക്ക് പോവുക. അപ്പോൾ ഞാൻ കണ്ടു 2 കാലും ഏകദേശം തളർന്ന ഒരു കൊച്ച്. അവൻ അടുത്തുള്ള കോളേജിലെ വിദ്യാർത്ഥിയാണ്. അവനിങ്ങനെ വലിഞ്ഞ് എഴഞ്ഞ് പോവുകയാണ്. എനിക്ക് സങ്കടം തോന്നി. ഞാൻ വണ്ടി നിർത്തി പറഞ്ഞു, മോനെ കയറിക്കോ, നീ എനിക്ക് എവിടെയാണ് പോകേണ്ടത്? അവൻ പറഞ്ഞു, കോളേജ് വിട്ട് ഞാൻ പോവാ. അവൻ കയറാൻ സമ്മതിച്ചില്ല. ഞാൻ നിർബന്ധിച്ചു. അവൻ കയറി.
കറയിരുന്നപ്പോൾ അവനോട് പറഞ്ഞു, അച്ചു, അച്ഛൻ്റെ കോളേജ് അത് വനിതാ കോളേജാണ്. ഉടൻ തന്നെ അൽഫോൻസ കോളേജിൽ ബെല്ലടിക്കും, വിദ്യാർത്ഥിനികൾ വരും. എന്നെ കണ്ട് എനിക്കവരെ കാണാൻ നാണവാ. കാരണം ഞാനിങ്ങനെ ഒരു വ്യക്തി വലിഞ്ഞടഞ്ഞ് പോകുമ്പോൾ, അതുകൊണ്ട് ഉള്ള ശക്തി സംഭരിച്ച് ഞാൻ പോവായിരുന്നു. അവരിറങ്ങുന്നതിന് മുമ്പ് ഈ കോളേജിൻ്റെ കവാടം കടക്കണം. എനിക്ക് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, മോനെ, ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് കാറുണ്ട്. ഈ കാറ് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇതിൻ്റെ ഒരു സീറ്റ് മാത്രമേ എനിക്കുള്ളൂ, ബാക്കി മറ്റുള്ളവർക്കുള്ളതാ. അതുകൊണ്ട് ഞാൻ നിന്നെ എന്നും കോളേജിൽ വീട്ടിൽ പോയി എടുക്കാം, തിരിച്ചു വിടാം. അവന് എൻ്റെ കൈയോട് കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞച്ചാ, മതിയച്ച, ഈ സ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ എനിക്കൊരു ഉണർത്തുപാട്ടായിട്ട് ഈ അച്ഛൻ്റെ സ്നേഹം ഉണ്ടാകും. അത് മതിയച്ച. എനിക്ക് അവനെ കാണാൻ, സഹായിക്കാൻ, അവനോട് ഒരു സ്നേഹം തോന്നാൻ കാരണം ഞാൻ സഹനമറിഞ്ഞ്, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, മനസ്സിലാകും. അപ്പം ഞാൻ പറയും, നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവരിലേക്ക്, മറ്റുള്ളവരെ അറിയാൻ, എൻ്റെ സ്വാർത്ഥത വെടിയാൻ, മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള ഉൾക്കരുത്ത് തരും സഹനം. മൂന്നാമതായിട്ട്, തീക്കുടുംബത്തോട് ചേർന്ന് നമുക്കുള്ളത് പങ്കുവയ്ക്കാൻ കഴിയുന്നത്, അതിനുള്ള വലിയ ചാലക ശക്തി സഹനമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത ഇതാ: കൂടുതൽ ആർജിക്കണം, കൂടുതൽ സമ്പത്തുണ്ടാക്കണം. ഒരു പക്ഷേ കുറ്റപ്പെടുത്തുകയല്ല, അതിനുവേണ്ടി മറ്റ് നാടുകളിൽ പോകാൻ ഒക്കെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സമ്പത്ത് പോരാ, ഈ സൗകര്യം പോരാ. ഇങ്ങനെയൊരു കാലഘട്ടത്തിൻ്റെ മുഖമുദ്രയാണ് സഹനം. നമ്മളെ പഠിപ്പിക്കും. സഹനം ഒരു സുവിശേഷമാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ, മറ്റുള്ളവനെക്കുറിച്ചുള്ള ചിന്ത, പ്രത്യേകിച്ച് നമുക്കുള്ളത് പങ്കുവയ്ക്കാൻ. ഞാൻ സന്തോഷത്തോടെ ഓർക്കാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ 24 വർഷമായി ക്യാൻസർ രോഗിയാണ്. ഞാൻ കോളേജിലെ അധ്യാപകനാണ്. ഞാൻ ഓർക്കുന്നു, എനിക്ക് ഇതുവരെ കിട്ടിയത് മുഴുവൻ ഞാൻ പങ്കുവച്ചു. എൻ്റെ ബാങ്കിൽ 5 പൈസ പോലും ഇല്ല. ഓരോ മാസം ശമ്പളം കിട്ടുമ്പോഴും ആർക്കെങ്കിലും, ബുദ്ധിമുട്ടുന്നവർക്ക്, രോഗമുള്ളവർക്ക്, വിവാഹം നടക്കാതെ ഞാൻ പങ്കുവയ്ക്കും. എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു നന്മയല്ല, ഈ സഹനമാണ്. ഈ സഹനം, മറ്റുള്ളവൻ്റെ വേദന അറിയാൻ, നമുക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാനുള്ള വലിയ സുവിശേഷം, അത് സഹനമാണ്. ഇപ്പം ഞാൻ സൂചിപ്പിച്ച കാര്യം. നാലാമതായിട്ട്, ഈ തിരുക്കുടുംബം അല്ലെങ്കിൽ തീക്കുടുംബത്തോട് ചേർത്ത് സഹനം സുവിശേഷവൽക്കരണത്തിനുള്ള വലിയ വേദിയാണ്. ഈശോ അവസാനം തൻ്റെ സ്വർഗാരോപണത്തിന് മുമ്പ് ഒന്നേ പറഞ്ഞുള്ളൂ: നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ യേശുവിൻ്റെ അവസാന യാത്രാമൊഴി അതായിരുന്നു: സുവിശേഷം പറയണം. സുവിശേഷം പറയാൻ നമുക്ക് വലിയ ശക്തി തരുന്നത് ഈ സഹനമാണ്. കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു അൽമായ ധ്യാനഗുരുവിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് 17 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണ്. യാദൃച്ഛികമായി ഒരു ക്രൈസ്തവ ദേവാലയത്തിലെത്തി അദ്ദേഹത്തിൻ്റെ മതസങ്കല്പമനുസരിച്ച് അദ്ദേഹം അൾത്താരയിലേക്ക് നോക്കി. അവിടെ ഒരു ദൈവത്തെ, അദ്ദേഹത്തിൻ്റെ സങ്കല്പമനുസരിച്ചുള്ള ദൈവത്തെ കണ്ടെത്തിയില്ല. അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് സ്വർണ്ണ കിരീടമൊക്കെ അണിഞ്ഞ് ശരീരം മുഴുവൻ സ്വർണ്ണാഭരണങ്ങളുമായുള്ള ഒരു ദൈവസങ്കല്പം. പക്ഷേ അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സുഹൃത്തിനോട് ചോദിച്ചു, എവിടെയാ ദൈവം, നിങ്ങളുടെ ദൈവം? അവിടെ ആകെ അദ്ദേഹം കണ്ടത് ഒരു വ്യക്തി മരിച്ചു കിടക്കുന്നു, നഗ്നനായിട്ട്, ഒരു കമ്പിൽ. അപ്പോൾ ഈ ക്രൈസ്തവ സുഹൃത്ത് പറഞ്ഞു, ആ കിടക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ദൈവം. അപ്പോൾ പുള്ളി മറുചോദ്യം ചോദിച്ചു, ആ കമ്പിൽ ചത്ത് കിടക്കുന്ന വ്യക്തിയാണോ? ആ വ്യക്തിക്ക് കമ്പല്ലത് കുരിശാണെന്ന് പോലും മനസ്സിലാക്കാൻ ഉള്ള പരിജ്ഞാനമില്ലായിരുന്നു. അപ്പം പറഞ്ഞു, അത് കമ്പല്ല, കുരിശാ. ആ കുരിശിൽ കിടക്കുന്നത് ഞങ്ങളുടെ ദൈവമാണ്. ശരീരം മുഴുവൻ മുറിവായി. ഈ പയ്യൻ
നോക്കി കുറേ നേരം. അദ്ദേഹം പറഞ്ഞു, സത്യം, ദൈവത്തിന് മാത്രമേ സഹിക്കാൻ പറ്റൂ. ദൈവത്തിന് മാത്രമേ സഹിക്കാൻ പറ്റൂ മനുഷ്യന് വേണ്ടി. അദ്ദേഹം ബൈബിൾ വായിച്ചു. അദ്ദേഹം ക്രിസ്ത്യാനിയായി. അദ്ദേഹം ഇന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കുന്നത് അത് സഹനമാണ്. സഹനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ഇത് കേൾക്കുന്നവർക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ 2025 ഒരു വെല്ലുവിളി. നമ്മുടെ ജീവിതം സ്വാർത്ഥകമാകുന്നത് ഒരുപക്ഷെ തമ്പുരാൻ നമ്മളോട് മൗനമായി സംവേദിക്കുന്ന ഇതാണ്: ഇത്ര നാൾ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് ഒരാളെങ്കിലും നിങ്ങളിലൂടെ ക്രിസ്തുവിനെ കണ്ടോ? നമ്മുടെ ജീവിതത്തെ ഈ ഒരു ചോദ്യം വല്ലാതെ വേദനിപ്പിക്കണം. ഇത്ര നാൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട്, അവൻ്റെ സ്നേഹം അറിഞ്ഞിട്ട്, അവൻ്റെ സഹനം അറിഞ്ഞിട്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയോ? നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ശക്തി തരുന്നത് സഹനമാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നു വ്യക്തിപരമായി. ഇതിനു മുമ്പ് ഞാൻ ചിറ്റാർ എന്നൊരു പള്ളിയിൽ വികാരിയച്ഛനായിരുന്നു 10 വർഷം. പാലയിലുള്ളൊരു പള്ളിയാണ്. അവിടെ ഒരു പള്ളി പണിതു. ദൈവത്തിൻ്റെ ഒരാഗ്രഹപ്രകാരം ഏറ്റവും മനോഹരമായൊരു പള്ളിയാണ്. അതിനൊരു കാര്യം ഞാൻ ഓർക്കുന്നു, ഒത്തിരി കാരണം. അതിൻ്റെ ചെറിയൊരു കാരണം, പള്ളിയുടെ തറക്കല്ലിട്ടപ്പോൾ അന്ന് ഞാൻ ചെരുപ്പൂരി. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ഈ കോളേജിൽ പോലും ചെരുപ്പിട 4 പക്ഷം പള്ളി വെഞ്ചെരുപ്പ് വരെ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. മനോഹരമായ പള്ളി. അതിൻ്റെ ഒരു കാരണം സഹനമാണ്. വലിയ കുഴപ്പമില്ലാതെ, കടമില്ലാതെ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ എനിക്കതിനുള്ള ശക്തി തന്നത്, ഇതുപോലെ സഹിക്കാൻ ഞാൻ സഹനത്തിലൂടെ കടന്നുപോയ, അതിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിൽ തിരുക്കുടുംബത്തിൻ്റെ തിരുപ്പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ സഹനത്തിൻ്റെ നോവിലേക്ക് കടന്നു പോകുമ്പോൾ ഈ നോമ്പ് വെറുമൊരു ആചാരമായി തീരാതെ ഈ ക്രിസ്തുവിൻ്റെ തിരുക്കുടുംബത്തിൻ്റെ സഹനത്തെ ജീവിതത്തോട്, നമ്മുടെ സത്തയോട് ചേർത്ത് വയ്ക്കാൻ, അങ്ങനെ സഹനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി തീരാൻ, മറ്റുള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഹനത്തിൻ്റെ അമ്മ വ്യാകുലമാതാവ് യോസേപ്പിതാവൊക്കെ നമുക്ക് ശക്തി തരട്ടെ. ഈ നോമ്പുകാലത്ത് അവരോട് കൂടെ നമുക്ക് നടക്കാം. അവർ പറയുന്ന പാഠങ്ങൾ സ്വീകരിക്കാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായി, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി, സഹനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി തീരാൻ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബോധപൂർവം സഹനങ്ങൾ ഏറ്റുവാങ്ങണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1:24 പറയുന്നു, കർത്താവിൻ്റെ സഹനത്തിൽ എൻ്റെ സഹനത്തെ ഞാൻ ചേർക്കുന്നു, എൻ്റെ സഹനങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഹനങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മളവിടെ പതറരുത്, നിരാശപ്പെടരുത്. അത് കൃപയാണ്. ബോധപൂർവം സഹനങ്ങൾ ഏറ്റുവാങ്ങണം. നോമ്പുകാലം അങ്ങനെയാണല്ലോ. നമ്മൾ പലപ്പോഴും പല സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നു. നമ്മൾ ഏറ്റുവാങ്ങുന്ന സഹനങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേദിയാവും. എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു 4 വർഷം ഒരു പള്ളിപ്പണിയോടനുബന്ധിച്ച് ചെരുപ്പ് ഉപേക്ഷിച്ചു. തൃശ്ശൂരുള്ള അമലയിലാണ് 24 വർഷമായിട്ട് ഞാൻ ക്യാൻസറിൻ്റെ ചികിത്സ നടത്തുക. ഒരു ദിവസം തൃശ്ശൂരെത്തിയപ്പോൾ അവിടെ വലിയ ഒരു ഹോട്ടലിൻ്റെ, പുതിയ ഹോട്ടലിൻ്റെ പരസ്യം കണ്ടു. എൻ്റെ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു, ടെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹോട്ടലിൽ കയറണം, പുതിയ ഹോട്ടലല്ലേ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഏകദേശം ഒരു 12 മണിക്കൂർ ടെസ്റ്റ് ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് കഴിഞ്ഞ്, ടെസ്റ്റ് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ആ ഹോട്ടലിലെത്തി. ഹോട്ടലിലെത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുതലാളി, ഉടമസ്ഥൻ
ഞാൻ ഫാൻസി ഷർട്ടുമായിരുന്നു വേഷം, കാരണം ആശുപത്രി പോയതാണ്. നിഷ്പാതകനായി ഹോട്ടലിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് ഗെറ്റ് ഔട്ട്, പുറത്തിറങ്ങണം, ചെരുപ്പില്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഹോട്ടലിൽ കയറാൻ അനുവാദമില്ല. എൻ്റെ കൂടെ സുഹൃത്ത് പറഞ്ഞു, ഇദ്ദേഹം ഒരു പുരോഹിതനായ പ്രീസ്റ്റാണ്. അദ്ദേഹം എന്നെ നോക്കി, അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് കമിൻ, അകത്ത് വാ. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട്. ഞാൻ പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാനൊരു സഹനം ഏറ്റുവാങ്ങിയതാണ്. അദ്ദേഹം പറഞ്ഞു, കാലിക യുഗത്തിൽ ഇങ്ങനെയുള്ളവരെ ഒന്നും കാണാൻ പറ്റില്ല. അച്ഛനൊരു ക്യാൻസർ രോഗിയാണ്, എന്നിട്ടും ഞങ്ങൾ സന്തോഷത്തോടെ സംസാരിച്ചു. ഞാനെപ്പോഴും എൻ്റെ വാഹനത്തിൽ ഒരു ബൈബിൾ കരുതും. ദൈവാനുഗ്രഹത്തിന് അന്നൊരു ഇംഗ്ലീഷ് ബൈബിളായിരുന്നു. അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ബൈബിൾ സമ്മാനിച്ചു. യാത്രയായി. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് ചെല്ലുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ആ ഹോട്ടലിൽ ഒന്നുകൂടെ കയറാം. കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മത പ്രതിബിംബം രൂപങ്ങളെ മാറ്റിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ ചിത്രം വച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പുള്ളി പറഞ്ഞു, അച്ഛൻ തന്ന സുവിശേഷം ഞാൻ വായിച്ചു, ഗോസ്പൽ. അതെനിക്ക് വലിയ സന്തോഷമായി. പ്രത്യേകിച്ച് മാനവരാശിക്ക് വേണ്ടി സഹിച്ച കർത്താവിൻ്റെ ചിത്രം എനിക്ക് വലിയ സന്തോഷം തന്നു. ഞാൻ മുരിങ്ങൂരുള്ള ധ്യാന കേന്ദ്രത്തിൽ പോയി ഇംഗ്ലീഷ് ധ്യാനത്തിൽ പങ്കെടുത്തു. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത വലിയ സന്തോഷം. എനിക്ക് ഇന്ത്യയിൽ 22 വലിയ ഹോട്ടലുണ്ട്, ഒത്തിരി സമ്പത്തുണ്ട്. പക്ഷേ ഒന്നും തരാത്തൊരു സ്നേഹം, സന്തോഷം, ഒരു സമാധാനം, ഒരു തൃപ്തി എനിക്ക് യേശു തന്നു. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 22 ഹോട്ടലിലും ക്രിസ്തുവിൻ്റെ രൂപങ്ങൾ അദ്ദേഹം വെച്ചു. തീർന്നില്ല. അദ്ദേഹം മുരിങ്ങൂരിൽ നിന്ന് ലഭിച്ച മലയാളത്തിൽ ഇംഗ്ലീഷിലുമുള്ള 1,00,000 ലഘുലേഖകൾ, അതിൻ്റെ കോപ്പി 10,00,000 കോപ്പികളെടുത്ത് വിതരണം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ബോധപൂർവം ചില സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അത് വലിയ സുവിശേഷ പ്രഘോഷണമായിത്തീരും. ഈ മനുഷ്യരിലൂടെ ഒത്തിരി പേര് ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുകയാണ്. തെങ്ങും പങ്കുവച്ചതുപോലെ എന്നെ ഏറ്റവും ഹഠാതാകർഷിച്ചത് ഈ സഹിച്ച ക്രിസ്തുവാണ്. അപ്പോൾ നമുക്കും ഈ മുമ്പുകാലത്ത് ചെറിയ സഹനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആകരുത്. ക്രിസ്തു പ്രഘോഷണത്തിന് നമ്മുടെ മനസ്സിനുള്ളിലൊരാഗ്രഹം ക്രിസ്തു അറിയപ്പെടണം. അങ്ങനെ സഹനങ്ങൾ ഏറ്റുവാങ്ങി സുവിശേഷവൽക്കരണത്തിനായി അതിനെ ചേർത്ത് വയ്ക്കാൻ സാധിക്കട്ടെ എന്നുകൂടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുറവുകളെ നിറവുകളായി മാറ്റുന്ന ദൈവം, കരുതലിൻ കരം നീട്ടി താങ്ങുന്ന താതൻ, മിഴിപൊത്തി കരയുന്ന മനുജന്റെ ചാരെ നന്നായി തണലായി അണയുന്ന സ്നേഹം. കുറവുകളെ നിറവുകളായി മാറ്റുന്ന ദൈവം, കരുതലിൻ കരം നീട്ടി താങ്ങുന്ന താതൻ, മിഴിപൊത്തി കരയുന്ന മനുജന്റെ ചാരെ താങ്ങായി തണലായി അണയുന്ന സ്നേഹം. ആരാധന ആരാധന താതനാം ദൈവമേ, ആരാധന 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 താതനാം ദൈവമേ, ആരാധന.
ദൂരങ്ങൾക്കുപരിയാൽ കാലങ്ങൾക്കും മേലെ സൗഖ്യം പകരുന്ന പുത്രനാമീശോ. ദൂരങ്ങൾക്കുപരിയാൽ കാലങ്ങൾക്കും മേലെ സൗഖ്യം പകരുന്ന പുത്രനാമീശോ. കാറ്റിനെ ശാസിച്ചു പ്രകൃതിക്കുമധീവന കൃപാനിധിക്കെന്നും മഹത്വമേകട്ടെ. ആരാധന ആരാധന പുത്രനാമേശുവേ ആരാധന. ആരാധന ആരാധന പുത്രനാമേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യേശോയുടെ സന്നിധിയിൽ നമ്മളെല്ലാവരുമായിരിക്കുന്ന വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ വിശുദ്ധ നിമിഷങ്ങളാണ്. കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ നമ്മെ നോക്കുന്ന തമ്പുരാനെ നോക്കിക്കൊണ്ട് എല്ലാം മറന്ന് നമുക്കാകാം. ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് പത്രോസ്ലീഹ പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്നത് നല്ലത്, നമുക്കിവിടെ നിന്ന് പോകണ്ട, കൂടാരങ്ങൾ കെട്ടാം. ഈ നിമിഷം ഈശോയെ നോക്കി നമുക്കും പറയാം, കൂടാരം കെട്ടാം. എൻ്റെ ഈശോയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യ കൂടാരത്തിൽ നമുക്കാകാം. നമുക്കെല്ലാം മറക്കാം. ഞാനും എൻ്റെ ഈശോയും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ നിരാശകളും എൻ്റെ വേദനകളും എൻ്റെ രോഗങ്ങളും തകർച്ചകളെല്ലാം മറക്കാം. എൻ്റെ നല്ല ദൈവത്തിൻ്റെ കൂടെ ആകാം. എനിക്കെൻ്റെ കാര്യത്തിൽ എത്രമാത്രം താല്പര്യമുണ്ടോ അതിനേക്കാളും എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ. ഈശോയുടെ കൂടെ ആകാം. ഈ ഫെബ്രുവരി മാസത്തിൽ തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധ സ്മരണയോട് ചേർത്ത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സഹനത്തിൻ്റെ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ 1 പത്രോസ് 2:24 നമ്മളോട് പറയുന്നത് പോലെ അവൻ്റെ മുറിവിനാൽ നമ്മൾ സുഖമാക്കപ്പെട്ടു. ഈശോയുടെ മുറിവിനാലാണ് നമ്മൾ സുഖമാക്കപ്പെട്ടത്. അവനോട് കൂടെയാകാം. നമ്മുടെ മുറിവുകളെ സുഖമാക്കുന്ന ദിവ്യകാരുണ്യീശോയുടെ ദിവ്യസന്നിധിയിൽ അവനോട് ചേർന്നിരിക്കാം. നമുക്ക് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:8 ദൈവത്തോട് ചേർന്നിരുന്നാൽ അവൻ നമ്മോടും ചേർന്നിരിക്കും. തീർച്ചയാ അവൻ നമ്മോട് ചേർന്നിരിക്കാം അവനോടുകൂടെ. നമുക്ക് 2 കരങ്ങളൊന്ന് ഉയർത്താം. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്താം. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ സ്വർഗത്തെ തൊടുക. സ്വർഗത്തിൻ്റെ നന്മകളും അഭിഷേകങ്ങളുമെല്ലാം നമ്മളിലേക്ക് ദൈവം ഭക്ഷിക്കുന്ന അവസരമാണ്. സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മൾ ഉൾച്ചേരുന്ന നിമിഷമാണ്. നമുക്കെല്ലാം മറന്ന്
നമ്മുടെ ദുഃഖങ്ങളും പരാധീനകളും പരിമിതികളെല്ലാം മറന്ന് ദൈവമേ സ്വർഗം തുറക്കണമേ. ഈ വിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങളിൽ സ്വർഗം ഞങ്ങളിലേക്ക് തുറക്കപ്പെടണേ. സ്വർഗം നൽകുന്നില്ലെങ്കിൽ നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. സ്വർഗം നൽകണമേ. അവൻ്റെ അഭിഷേകം തരണേ. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിയാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവൻ്റെ സഹനത്തിൻ്റെ സുവിശേഷം ജീവിതത്തോട് ചേർത്ത് വെച്ച് അവനെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവാചകരായി മാറ്റണേ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് ചിന്തകൾ ഉയർത്തി എല്ലാം ദിവികാരണീശോയുടെ സന്നദ്ധയെ സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഈശോ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന എല്ലാ മക്കളെ യേശുവേ അവിടുത്തെ വലിയ കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഈ നിമിഷങ്ങളിൽ നിന്റെ സ്നേഹത്തിന്റെ വലിയ ആഴമറിയാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി ഒരുക്കണേ. ഈ വിശുദ്ധമായ നിമിഷങ്ങളിലേക്ക്, ദൈവാനുഗ്രഹത്തിന്റെ വിശുദ്ധ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് ദൈവം തന്ന എല്ലാ കൃപകളെ ഓർക്കാം. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ എന്താണോ അത് ദൈവകൃപയാല. വിശുദ്ധനോട് ചേർന്ന് നമുക്കും പറയാം, അവൻ്റെ മുമ്പിൽ ഞങ്ങൾ ഏറ്റു പറയാം, എല്ലാം നിന്റെ കൃപയാ. നീ എല്ലാം തന്നതാ. ഈ നിമിഷങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യാരാധനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അവൻ്റെ കൃപയാ. എൻ്റെ ജീവിതം മുഴുവൻ അവൻ്റെ കൃപയാ. ഞങ്ങളുടെ കുടുംബം, പ്രിയപ്പെട്ടവർ, സാധ്യതകൾ എല്ലാം നീ തന്നതാ. എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദിയോടെ ഓർക്കുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളെല്ലാം അവൻ നമുക്ക് തരിക. നന്ദിയോടെ ഓർക്കാം. അവൻ്റെ സ്നേഹത്തെ ഓർക്കാം, അവൻ്റെ കരുതലിനെ ഓർക്കാം. എപ്പോഴും നമ്മുടെ കൂട്ടിനുള്ള ദൈവത്തെ ഓർക്കാം, കൂടെയുള്ള ദൈവത്തെ ഓർക്കാം. ദൈവമേ നന്ദി, ആരാധന. അവിടുത്തെ വലിയ കൃപകളുടെ അഭിഷേകം എന്നിലേക്ക് ഭക്ഷിക്കണമേ. എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ നമുക്കോർക്കാം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. നമ്മളെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ അവൻ കൈപിടിച്ച് നടത്തിയ നിമിഷങ്ങൾ, വേദനയുടെ നിമിഷങ്ങളിൽ, സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ തോളിലേറ്റി കൂടെയുണ്ടായിരുന്ന ദൈവം, ആവശ്യ നേരത്ത് ഒത്തിരി സ്നേഹിതരെ തന്ന് അനുഗ്രഹിച്ച ദൈവം, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് മൗനമായി ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. അവനെ നോക്കി കരങ്ങൾ കൂപ്പി എന്നെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ മാതാപിതാക്കളെ ഓർത്ത്, എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത്, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ വലിയ അടയാളമായ മക്കളെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ, വീടിനെ ഓർത്ത്, നമ്മുടെ ജോലിയെ ഓർത്ത്, നമ്മുടെ കക്ഷിയെ ഓർത്ത്, നമ്മുടെ സാധ്യതകളെ ഓർത്ത് ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയേ, എൻ്റെ ഈശോയേ, നിന്നെ ഞാനെന്നും സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, നിന്നെ ഞാനെന്നും സ്നേഹിക്കുന്നു.
ഈശോയേ എൻ്റെ ഈശോയേ നിന്നെ ഞാനെന്നും സ്നേഹിക്കുന്നു. ഈശോയേ എൻ്റെ ഈശോയേ എല്ലാറ്റിനും മേലെ സ്നേഹിക്കുന്നു. ഈശോയേ എൻ്റെ ഈശോയേ എല്ലാറ്റിലും മേലെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഒത്തിരി കുറവുള്ളവരാ, പരിധികളും പരിമിതികളുള്ളവരാ. പക്ഷേ ജീവനേക്കാളും ആയുസ്സിനേക്കാളും നിന്നെ സ്നേഹിക്കുന്നു. നീ അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചു, നിന്റെ അവസാന തുള്ളി രക്തം വരെ ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങൾക്ക് ആശ്വാസമാകാൻ സ്നേഹിക്കുക. ഏറ്റുപറയുന്നു, നീ എൻ്റെ സ്വന്തമാ. പൂർണ്ണമായി ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കൈപിടിക്കണേ, സ്വീകരിക്കണേ, ചേർത്ത് വയ്ക്കണേ, കൂടെയുണ്ടാകണേ, കൂട്ടിനുണ്ടാകണേ. നമുക്ക് ഈ സമയം പൂർണ്ണമായി സമർപ്പിക്കാം. ഏറ്റവും വലിയ ആരാധന സമർപ്പണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമർപ്പണത്തിന് മുമ്പിലാണ് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചവൻ, ഈ അഖിലാണ്ടങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയവൻ, മനുഷ്യൻ്റെ നൊമ്പരം കണ്ട്, വേദന കൊണ്ട്, സഹനം കണ്ട് സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ത്യാഗമായി, ബലിയായി കുരിശുമരണം ഏറ്റുവാങ്ങി സഹിക്കാവുന്നതിൻ്റെ മുഴുവൻ സഹിച്ച് അവസാനം നമ്മുടെ കൂടെയാകാൻ ഞാനുണ്ട് എന്ന് നിന്നെ ഓരോ നിമിഷവും ഓർപ്പിക്കാവൻ അപ്പമായി അവൻ. ഇതാണ് ഏറ്റവും വലിയ സമർപ്പണം. ദൈവം അപ്പമായി നമുക്ക് വേണ്ടി. ലോകത്തിലെ ഏറ്റവും വലിയ സമർപ്പണമായ കുർബാനയ്ക്ക് മുമ്പിലാകുമ്പോൾ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഒത്തിരി കുറവുണ്ട്, സ്വയം സമർപ്പിക്കുക. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, ആത്മാവിനെ, പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ, ഉടയവരെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുക. ഈശോയെ സ്വീകരിക്കണേ. ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് ഈശോ നമ്മോട് ഉദീരണം ചെയ്യുക. എൻ്റെ സഹനങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ രക്ഷിച്ചുവെന്ന സഹനത്തിൻ്റെ മഹത്വം ഈശോയ്ക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് ഒറ്റ വാക്കാൽ പ്രപഞ്ചത്തെ രക്ഷിക്കാം. പക്ഷേ രക്ഷയുടെ വഴിത്താരയായി അവൻ തിരഞ്ഞെടുത്ത സഹനമാ, വേദനയാ, നൊമ്പരവാ. സഹനത്തിലൂടെ നമ്മെ രക്ഷിച്ചവൻ. അതുകൊണ്ടല്ലേ പത്രോസ്ലീഹ പറഞ്ഞത്, 1 പത്രോസ് 2:24, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു. ഈശോയുടെ കൂടെ ഈ ആരാധനയിൽ നമ്മൾ ചേരുമ്പോൾ നമ്മുടേതായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ നൊമ്പരങ്ങളെ സമർപ്പിക്കാം. തകർച്ചകൾ, വേദനിച്ചവനെ വേദനയുടെ ആഴമറിയാൻ പറ്റും.
നമ്മൾ കണ്ടതുപോലെ ധ്യാനിച്ചതുപോലെ ഈ ലോകത്തിലെ മൂർത്തമെന്ന് കരുതുന്ന സകല നൊമ്പരങ്ങളും എനിക്ക് മുമ്പേ അവൻ അനുഭവിച്ചത്. അവനറിയാം, വേദനയുടെ ആഴമനറിയാം, വേദന അറിയാം. ആ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടേതായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളെല്ലാം സമർപ്പിക്കാം. കർത്താവായ യേശു, നിടത്തെൻ്റെ യേശുവുണ്ട്, മുറിപ്പാടിലേശുവിൻ മുഖവുമുണ്ട്. മുറിയും നിടത്തെൻ്റെ യേശുവുണ്ട്, മുറിപ്പാടിലേശുവിൻ മുഖവുമുണ്ട്. മുറിയുന്നതേശുവിൻ ദേഹമല്ലോ, മുറിക്കപ്പെടുന്നതാ സ്നേഹമല്ലോ. മുറിയുന്നിടത്തെൻ്റെ യേശുവുണ്ട്, മുറിപ്പാടിലേശുവിൻ മുഖവുമുണ്ട്. ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ ഈശോ നമ്മുടെ മുമ്പിലായിരിക്കും നമ്മെ അനുഗ്രഹിക്കാൻ. ഈശോ അനുഗ്രഹത്തിൻ്റെ അധിപതിയാ. എൻ്റെ കാര്യത്തിൽ സദാ തൽപരനായ ദൈവം ഈശോ പറഞ്ഞില്ലേ, നിൻ്റെ തലയിലെ മുടി പോകുന്നത് പോലും ഞാൻ അറിയുന്നുണ്ട്. ആ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് തിരുക്കുടുംബത്തോട് ചേർന്ന്, കർത്താവിൻ്റെ തിരുസഹനങ്ങളോട് ചേർന്ന്, വ്യാകുല മാതാവിൻ്റെ വ്യാകുലത്തോട് ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ നിരാശകളൊക്കെ സമർപ്പിക്കാം. ദൈവമേ, സ്വർഗം തുറക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ സന്തോഷാശ്രുക്കളായി മാറ്റണേ. ഈ നിമിഷം എല്ലാം മറന്ന് ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം. രോഗങ്ങളെ സമർപ്പിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങളെ സമർപ്പിക്കാം, കടബാധ്യതകളെ സമർപ്പിക്കാം, കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. എല്ലാം സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, നിൻ്റെ സഹനങ്ങളാൽ ഞങ്ങളുടെ മുറിവുകളെ ഉണക്കണേ, സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് സ്വർഗത്തിൻ്റെ അഭിഷേകം ഈ സമയം നമുക്ക് അനുഭവവേദ്യമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ സ്തുതിക്കാം. യേശുവെ നന്ദി, സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ഈശോയെ, എല്ലാ മക്കളെയും നിങ്ങളുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി ഹൃദയഭാരവുമായി നിൽക്കുന്ന എല്ലാ മക്കളെയും ദിവസനത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ സൗഖ്യമാക്കണമേ. യേശുവെ എല്ലാ രോഗങ്ങളെയും
നിന്റെ തിരുനാമത്താൽ, നിന്റെ കുർബാനയുടെ അഭിഷേകത്താൽ, നിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, കൃപയാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. നമ്മുടെ സ്വകാര്യമായ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം. നമുക്ക് ഒത്തിരി നൊമ്പരമുണ്ട്, മുറിവുണ്ട്, മുറിപ്പാടുണ്ട്. ഈ നിമിഷങ്ങളിൽ ഈശോ പറഞ്ഞത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നാ. നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട്. നിനക്ക് താങ്ങാകാൻ, തണലാകാൻ. വേദനിപ്പിക്കുന്ന ഹൃദയത്തിൽ അടങ്ങാത്ത നൊമ്പരമായി കഴിയുന്ന എല്ലാം അവൻ്റെ മുമ്പിൽ ഒന്ന് നോക്കുക. സ്നേഹത്തോടെ നോക്കുക എന്നെ. അവൻ ഏറ്റെടുക്കുക. അവൻ്റെ തിരുമുറിവിനാൽ എന്നെ അവൻ സൗഖ്യപ്പെടുത്താൻ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ എല്ലാവർക്കും സമർപ്പിക്കാം. ദിവികാരുണ്യീശോയുടെ തിരുമുമ്പിൽ സമർപ്പിക്കാം. കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. നമുക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകത്തെ മുഴുവൻ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾ, എല്ലാ ജനതകളെയും സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിൽ ജീവിക്കാൻ, ദൈവോന്മുഖരായി ജീവിക്കാൻ, മറ്റുള്ളവരുടെ നൊമ്പരം കാണുന്ന വ്യക്തികളായി മാറാൻ, വിശുദ്ധ കുർബാന പോലെ സമൂഹത്തിനു വേണ്ടി മുറിക്കപ്പെട്ടവരാകാൻ, പരാർത്ഥതയുടെ പര്യായമാകാൻ ശക്തി കൊടുക്കണേ. ലോകത്തെ മുഴുവൻ സമർപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ സമർപ്പിക്കാം. ഭരണാധികാരികളെ സമർപ്പിക്കാം. സഭയെ സമർപ്പിക്കാം. സഭയെ നയിക്കുന്ന അഭിയന്ത്യ പിതാക്കന്മാരെ സമർപ്പിക്കാം. മുഴുവൻ വ്യക്തികളെ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടവർ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവർ, പ്രാർത്ഥന ആവശ്യമുള്ളവരൊക്കെ കൊണ്ടുവരാം. അവൻ വരും. അവൻ നമ്മുടെ ചാരത്ത് വരും, തൊടും. എൻ്റെ എല്ലാ മുറിവുകളെ അവൻ സൗഖ്യമാക്കും. അവൻ്റെ സഹനത്താൽ നമ്മൾ സൗഖ്യമാക്കപ്പെടും. ഓർക്കാം, ഈശോയുടെ കൂടെയാകാൻ കഴിഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ കുർബാനയ്ക്ക് കൊടുത്ത നിർവചനം, കുർബാന അഗ്നിയ തീയ, യുക്കരിസ്റ്റിസ് ഫയർ, തീയുടെ മുമ്പിലാ. കുർബാനയാകുന്ന തീയുടെ മുമ്പിൽ ആ ചൂടിനാൽ നമ്മൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിനാൽ സൗഖ്യമാക്കപ്പെടാൻ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ ഫെബ്രുവരി മാസത്തിൽ തിരുക്കുടുംബത്തിൻ്റെ സവിശേഷ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മാസത്തിൽ തിരുക്കുടുംബത്തിലൂടെ നോമ്പിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവമേ, സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, സഹനം സുവിശേഷമാണെന്ന്, കൂദാശയാണെന്ന് മനസ്സിലാക്കാൻ, മറ്റുള്ളവരിലേക്ക് നോക്കാൻ ദൈവം തരുന്ന വഴികളാണെന്ന് മനസ്സിലാക്കാൻ ശക്തി തരണേ. അവൻ്റെ മുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് ഇനി മുതൽ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ ആശീർവദിക്കാനായി കാത്തിരിക്കുകയാണ്. അവൻ എൻ്റെ ജീവിതത്തെ ആശീർവദിക്കാൻ, എൻ്റെ കുടുംബത്തെ, നിയോഗങ്ങളെ ആശീർവദിക്കാൻ, അഗ്നിയായ വിശുദ്ധ കുർബാനയുടെ വലിയ അനുഗ്രഹം, ആശീർവാദം സ്വീകരിക്കാൻ ഈ സമയം നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ആശീർവാദത്തിനായിട്ട് കൊതിയോടെ കാത്തിരിക്കാം. സ്വർഗ
നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ